ഈ അടുത്ത സമയത്ത് ബ്രിട്ടനും ചൈനയും തമ്മിൽ ശരിക്കും ഒന്ന് ഉടക്കുണ്ടായി. നിങ്ങൾക്കറിയാം 2020 ചൈനയിലെ ബ്രിട്ടനിലെ ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയുടെ ഭാഗമായ ഒരു വലിയ ഫർണസും പ്ലാന്റും ഏകദേശം 2700 പേര് വർക്ക് ചെയ്യുന്ന ലിങ്കൻഷെയറിലുള്ള കമ്പനി, ചൈനീസ് കമ്പനിയായ ജിങ്സെ ഗ്രൂപ്പ് അവരേറ്റെടുത്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഡേറ്റ അറിയുന്നത് ഒരു വർഷം 2.5 മില്യൺ ടണ്ണാണ് അവിടെ സൺട്രോപ്പ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. വെർജിൻ സ്റ്റീൽ എന്നതിന് പറയുന്നത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിനു വേണ്ടിയുള്ള അയണോറ് വരുന്ന ഇന്ത്യ എന്ന, പക്ഷെ ചൈനയാണ് 2020 മുതൽ ഈ കമ്പനി നടത്തുന്നത്. അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള വെർജിൻ സ്റ്റീലും ഇങ്ങനെയുള്ള സൺട്രോപ്പ് സ്റ്റീലും ചൈനയ്ക്ക് അമേരിക്കയിലോട്ട് അയക്കാൻ പറ്റാതായി. കാരണം ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരുന്നു. അവരെന്തോ പറഞ്ഞു, ചൈനീസ് ചൈനയുടെ കയ്യിലുള്ള ജിങ്സെ ഗ്രൂപ്പിൻ്റെ ബ്രിട്ടീഷ് കമ്പനിയുടെ അവർ മാനേജ്മെൻ്റ് ഒരു തീരുമാനം എടുത്തു. അതായത് അവിടെയുള്ള മാനുഫാക്ചറിങ് പെട്ടെന്ന് നിർത്തുക, പകരം ആ കമ്പനി തന്നെ ചൈനയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങുക. ഉണ്ടായ സംഭവമായത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ടാണ് ഈ കാര്യങ്ങളിൽ ഓരോ പോക്ക് പോകുന്നത്. പിന്നീട് എന്താ ഉണ്ടായത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് പെട്ടെന്നൊരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നിട്ട് സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യുന്ന യൂണിറ്റ് അവർ ടേക്ക് ഓവർ ചെയ്തു. അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരിടത്തും, അതായത് സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടെയൊന്നും ചൈനീസ് കമ്പനികളെ കയറ്റണ്ട എന്ന് തീരുമാനിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തിട്ട് അവർ നടത്തുകയാണ്. കാരണം ഇത്രയും ജോലിക്കാരുണ്ട്. കാരണം ഇത് പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ബ്രിട്ടനിലുള്ള ചൈനീസ് കമ്പനി ചെയ്തത്. അപ്പം ചൈനീസ് അഡ്മിനിസ്ട്രേഷൻ പെട്ടെന്ന് പെട്ടുപോയി. അവർ ബ്രിട്ടനോട് റിക്വസ്റ്റ് ചെയ്ത് എത്രയും വേഗം പറഞ്ഞത് സെറ്റിൽ ചെയ്യണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലവല്ല, ഇതോ മണകോടെന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. പക്ഷേ ഇത് ബ്രിട്ടീഷ് മീഡിയയിൽ, ഇൻ്റർനാഷണൽ മീഡിയയിൽ ഭയങ്കര ഡിസ്കഷനിലോട്ടൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാൻ സാധിക്കുന്നത്, ഈ ചൈന ഏറ്റെടുത്ത ഈ കമ്പനി ഇപ്പം ബ്രിട്ടൻ ഏറ്റെടുത്തു, അവർക്ക് എന്തോ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നു. അതേപോലെ മറ്റുള്ള സ്റ്റീൽ മാനുഫാക്ചറിങ് എവിടെയൊക്കെയാണ് ചൈന ഉള്ളത്, ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിൽ ചൈന ഉൾപ്പെട്ടത്, അവിടെയല്ലേ ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുക്കാനുള്ള ധാരണയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയായ ടാറ്റ സ്റ്റീലാണ്. കാരണം ഇന്ത്യൻ ഓറാണ് കൊണ്ടുപോയിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നത്. കാരണം ബ്രിട്ടീഷ് സ്റ്റീല് ഗ്ലോബലായിട്ട് ഫേമസ് ആണ്. കാരണം ബ്രിട്ടൻ അത്രയും കൺസപ്ഷന് ആവശ്യമുണ്ട് ഈ സ്റ്റീൽ എന്ന് പറയുന്ന സാധനം. അപ്പം ഇതിനകത്ത് ടാറ്റ ഗ്രൂപ്പുമായിട്ടും മറ്റുള്ള ഇന്ത്യൻ കമ്പനികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൈനീസ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഈ ജിങ്സ് എടുത്തിരിക്കുന്ന ഗ്രൂപ്പ്, അതായത് ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയെ ഇന്ത്യൻ കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. കാരണം ഇവിടൊക്കെ ലോകത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ചൈനീസ് കമ്പനിയും ചൈനയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ബ്രിട്ടനിൽ കണ്ടത്. അതായത് ചൈനയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ആ കമ്പനി അങ്ങ് നിർത്തും. പെട്ടെന്ന് ഒരു ദിവസം നിർത്താനങ്ങ് തീരുമാനിക്കുന്നു. എന്നിട്ട് അവിടെ ഷോർട്ടേജ് വരുന്ന സ്റ്റീൽ മുഴുവനും ചൈനയിൽ നിന്നും വാങ്ങാൻ. കാരണം അമേരിക്ക സംഭവം നിർത്തി വെച്ചേക്കുവാണ് ആ സാധനം പെട്ടെന്ന് ബ്രിട്ടനിലോട്ട് വാങ്ങാൻ വേണ്ടി. ഇതിപ്പം ബ്രിട്ടനിലുണ്ടായി, ഇനി യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇത് ഇഷ്യൂ ആകും. ഇതാണ് അതിൻ്റെ അടുത്ത തമാശ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ ടാരിഫ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായത് ഇന്ത്യക്ക്. കാരണം നിങ്ങളിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടു, ബ്രിട്ടനിലുള്ള ചൈനീസ് കമ്പനി അത് പെട്ടെന്ന് ചൈനയെ സഹായിക്കാൻ വേണ്ടി നിർത്തുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തി പുതിയ ലെജിസ്ലേഷൻ പെട്ടെന്ന് കൊണ്ടുവരുന്നു, കമ്പനി ഏറ്റെടുക്കുന്നു, പെട്ടെന്ന് ചേഞ്ച്. എന്നിട്ട് ഇന്ത്യയിലുള്ള ടാറ്റ സ്റ്റീലിനോടും മറ്റുള്ള ഇസ്പാത്ത് എന്ന് പറയുന്ന പോലെ ഗ്രൂപ്പിനോടും പറയുന്നു, നിങ്ങൾക്ക് ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണോ ഇല്ലയോ. അവിടെയാണ് അഡ്വാൻറ്റേജ്. അതായത് ബ്രിട്ടനിൽ എത്രമാത്രമാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്ത് സ്ട്രാറ്റജിക്കായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ നിന്നൊക്കെ ചൈനയെ പറഞ്ഞു വിടുക. ഇവിടൊക്കെ ഇന്ത്യൻ കമ്പനിയാണ് കയറാൻ പോകുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പല ആൾക്കാരും ഇതങ്ങനല്ല, ഇങ്ങനെയാണ്, മാടയാണോ കോടയാണോ എന്നൊക്കെ പറഞ്ഞു.
ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സംഭവമാണ് എന്താണ് ബ്രിട്ടനിലുണ്ടായത്. നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും വന്ന ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ലേബറായിട്ടുള്ളവർ അവർ പറഞ്ഞു വിട്ടിട്ട് ഇന്ത്യക്കാരെ കയറ്റാൻ പോകും. ഏകദേശം 3-4 വർഷം കൊണ്ട് 10 ലക്ഷം ഇന്ത്യക്കാരെയാണ് ലേബറായിട്ട് അവർ അവിടെ വിസ കൊടുത്ത് ഏർപ്പാടാക്കുന്നത്. അതായത് ബ്രിട്ടൻ്റെ ട്രേഡ് എന്ന് പറയുന്നത്, അതായത് ലോകത്തിൻ്റെ ഒരു ട്രേഡ്, ചൈനയുമായിട്ടുള്ള ട്രേഡ്, ഇതിനകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ചൈനയെ സംശയമാണ്. അതാണ് ബ്രിട്ടനിൽ നടന്ന ഡ്രാമയാണ് ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്ത് മാറ്റിയത്. അതിന് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടാകും. ഇപ്പോൾ ബ്രിട്ടൻ്റെ ഫിനാൻസ് റേച്ചൽ റീവ്സ്, അപ്പോൾ അവർ നേരത്തെ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. അതായത് കൂടുതലായിട്ട് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രിട്ടനിൽ വരും. അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് ബാക്കപ്പ് ചെയ്തു, അത് വിഡ്രോ ചെയ്തു. കാരണം ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ ചൈന അവിടെ പല എയർപോർട്ടുകൾ ഏറ്റെടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. ഇവിടെ ഇന്ത്യൻ കമ്പനികളാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ GMR ആണെങ്കിലും അഡാനി ആണെങ്കിലും പല ഗ്രൂപ്പുകൾ അവിടുത്തെ എയർപോർട്ടാണെങ്കിലും ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഇന്ത്യൻ കമ്പനികൾക്ക് വാതിൽ തുറന്നു, ഒറ്റ ഇഷ്യൂവിൻ്റെ പേരിൽ, പോർട്ടുകൾ ഉൾപ്പെടെ. ഇവിടെയാണ് മാറ്റം എന്ന് പറഞ്ഞ് ഇന്ത്യൻ കമ്പനികൾ അത്രമാത്രം ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെയാണ് ഓരോന്നായിട്ട് തെളിഞ്ഞ് വരുന്നത്, അൺഫോൾഡ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഈ ബ്രിട്ടനിലെ സ്റ്റീൽ ഇൻഡസ്ട്രി, ബ്രിട്ടീഷ് സ്റ്റീൽ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ അത്രയും തന്നെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. അവരുടെ കാർ മാനുഫാക്ചറിങ്, സ്റ്റീലും എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ ഇന്ത്യൻ കമ്പനിക്ക് അവിടെ വലിയ ആധിപത്യം ഉണ്ടായി. ഇതോടുകൂടി ചൈന കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ആയി പോകും. ചൈനയുടെ ദൂരെ കളയും. അവിടെ മുഴുവൻ ഇന്ത്യൻ കമ്പനിയാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെയാണ് ട്രംപിൻ്റെ ആഗ്രഹം. ചൈനയെ ഒഴിവാക്കിയിട്ട് ഇന്ത്യ എൻട്രി ചെയ്യും ലോകത്തെല്ലായിടത്തും. ഇപ്പോഴാ പറഞ്ഞതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് പിടികിട്ടും, മോഡസ് ഓപ്പറൻഡി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയാണ് ഇവർക്കൊക്കെ ഈ ചൈനയുമായിട്ടുള്ള ഡീലിങ്കിങ്, അതായത് അവരുമായിട്ട് ലിങ്ക് ചെയ്യാൻ മാറ്റുക, അവിടെ ഇന്ത്യക്കാരെ കൊണ്ടുവരിക. കാരണം ജനാധിപത്യ രാജ്യമാണ്, ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞ് അവിടെ ആ രാജ്യത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ ആ പ്ലാന്റ് ഒന്നും അടക്കത്തില്ല. അതാണ് ജനാധിപത്യം ഇല്ലാത്ത രാജ്യം തമ്മിലുള്ള പ്രത്യേകത. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ചൈനയ്ക്ക് എല്ലാവരും കൂടെ പണി കൊടുക്കും. ഈ ബ്രിട്ടീഷ് സ്റ്റീലിൻ്റെ ഇഷ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുള്ള എവിടെയൊക്കെയാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ എല്ലാം എല്ലാ രാജ്യങ്ങളും ചൈനയ്ക്ക് പണി കൊടുക്കും. കാരണം ബ്രിട്ടൻ്റെ ഈ പണി ഒടുക്കലത്തെ പണിയായി. കാരണം 2.5 മില്യൺ മെട്രിക് ടൺ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റ് അവരൊരു സുപ്രഭാതത്തിൽ അടയ്ക്കാൻ നോക്കിയപ്പോൾ ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇന്ന് ടാറ്റയോടും ഇസ്പാറ്റിനോടും ചോദിക്കുക, ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതായത് സിമ്പിൾ ചുളു വിലയ്ക്ക് കിട്ടുമോ? ഇതാണ് ഈ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ടാരിഫിൻ്റെ എസ്കലേറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രമാണ് ഇന്ത്യൻ കമ്പനിക്കും ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും ഗ്ലോബലായിട്ട് റെക്കഗ്നേഷൻ കിട്ടുന്നത്. ഈ ഗെയിമിലോട്ടാണ് ഓരോ ദിവസവും ടേൺ അറൗണ്ട് ചെയ്യുന്നത്. ഇവിടെ പത്രങ്ങളും മറ്റ് ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ട്രംപിനെ കുറ്റം പറഞ്ഞാലും എൻ്റെ അൾട്ടിമേറ്റായിട്ടൊരു സംഭവമുണ്ട്. ആർക്കാണ് ഇത് ഗുണം കിട്ടുന്നത്? അൾട്ടിമേറ്റായിട്ട് ഇന്ത്യക്കാണ് ഗുണം കിട്ടുന്നത്. ഇന്ത്യൻ കമ്പനികളാണ് പോകുന്നത്. ഇപ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ പോകുന്നത്, ഇന്ത്യയുമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. ഏതൊക്കെ സെക്ടറിൽ അമേരിക്ക ഇന്ത്യക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കണം, ഇതാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ത്യ ഏറ്റവും ശക്തമായിട്ട് കുതിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ആദ്യം മുതൽ ഞാൻ വീഡിയോകൾ പറയുന്നത്, അമേരിക്കൻ ടാരിഫ് വാർ ചൈനയ്ക്കെതിരെയുള്ള സംഭവം ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന ഇന്ത്യക്കാണ്. ഇവിടെയാണ് ചൈനയ്ക്ക് ഇന്ത്യയോട് ഏറ്റവും കൂടുതൽ ദേഷ്യവും പ്രശ്നവും എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലായിപ്പോയത്. കാരണം ഇന്ത്യയെ അവർ പിണക്കി, ഇന്ത്യയുടെ ബോർഡേഴ്സ് അത് മുഴുവനും അടിയും ബഹളം ഉണ്ടാക്കി അവർ പിടിച്ചെടുത്ത് ഇന്നും ചിലരത് മാറിയിട്ടില്ല. ഇവിടെയാണ് ചൈനയ്ക്ക് കിട്ടുന്ന ഗ്ലോബൽ അടിയെന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റീലുമായിട്ടും ഇനി ഓരോ ദിവസവും ഓരോ സംഭവങ്ങളായിട്ട് പൊങ്ങി വരും. ഇവിടെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് ചൈനയ്ക്ക് എത്ര ഡീപ്പായിട്ടാണ് ഈ അമേരിക്കൻ ടാരിഫിൽ അടി കിട്ടിയിരിക്കുന്നത്.